ഇതിപ്പോൾ സമയം എത്രയെന്ന് കണ്ടോ? രാവിലെ അവിയൽ വെക്കാനായിട്ട് അരിഞ്ഞു വെച്ചതാണ് കേട്ടോ. പിന്നെ തക്കാളിയും മുരിങ്ങയും കൊഞ്ചും കൂടെ ഒക്കെ കറി വെക്കാനായിട്ട് വേവിച്ചും വെച്ചിട്ടുണ്ടായിരുന്നു. കറണ്ട് പോയേ ഇപ്പോഴാണ് വന്നേ. അങ്ങനെ കറണ്ട് വന്നിട്ടുണ്ടെങ്കിൽ മീൻ പൊരിക്കാൻ വെച്ച് അരപ്പൊക്കെ അരച്ചതാ ചേർത്ത് കേട്ടോ. എൻ്റെ ആവേശം ഇച്ചിരി കൂടിപ്പോയതുകൊണ്ട് അവിയലിന് ഇത്തിരി വെള്ളം കൂടി പോയിട്ടുണ്ടായിരുന്നു. കുഴപ്പമില്ല, ഞാൻ പറ്റിച്ചെടുക്കും. വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് അവസാനം അവിയലൊക്കെ സെറ്റാക്കി പിന്നെ ഞാൻ ചോറ് കഴിക്കാനായിട്ട് പോവുകയാണ് കേട്ടോ. ചോറ് കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ചായ കുടിക്കണമല്ലോ. അതൊക്കെ കഴിഞ്ഞിട്ട് ഇതിൻ്റെ വീഡിയോ എടുത്ത് കഴിഞ്ഞ ശേഷമുള്ള ആട്ടമാണ് കേട്ടോ. ഇന്ന് ഈ എക്സ്റ്റൻഷൻ വെക്കുന്ന വീഡിയോ ആയിരുന്നു. അങ്ങനെ ആടിക്കൊണ്ടിരുന്നപ്പോഴാണ് എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞത് കുറച്ച് പാൽക്കൊഴക്കട്ട കഴിക്കാൻ തോന്നുന്നത്. എന്ത് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള റെസിപ്പി ആണെങ്കിലും എനിക്ക് ആ റെസിപ്പി ബുക്ക് ഒന്ന് നോക്കിയില്ലെങ്കിൽ ഒരു സമാധാനം കിട്ടത്തില്ല. നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചായിരുന്നോ? ഞാൻ ഇന്ന് കിച്ചണിൽ നിൽക്കുന്ന സമയത്ത് ചന്ദനമഴയിലെ അമൃതയായിരുന്നു കേട്ടോ. മുല്ലപ്പൂക്കെ വെച്ചുകൊണ്ടാണ് നിൽക്കുന്നത്. അങ്ങനെ പിന്നെ പോയി പാൽക്കൊഴക്കട്ടയൊക്കെ ഉണ്ടായിക്കൊണ്ട് വന്ന് ആദ്യം ഞാൻ നിങ്ങൾക്ക് തന്നത് പിന്നെ ഞാൻ കഴിച്ചു നോക്കുകയാണ് കേട്ടോ. നല്ല ചൂടുണ്ടായിരുന്നു. ചൂട് ചായ ഊതി ഊതി കുടിക്കാനാണല്ലോ ഗുപ്തന് ഇഷ്ടം. എനിക്ക് അങ്ങനെ ഇഷ്ടമുണ്ടെന്നല്ല കേട്ടോ, നാക്ക് കൊള്ളണ്ടാന്ന് വെച്ചിട്ടാണ് ഊതി ഊതി കഴിച്ചേ. എന്താണെന്ന് അറിയത്തില്ല, എൻ്റെ ഭർത്താവിന് ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കണം. എനിക്കും ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കാനായിട്ട്. അപ്പം ഞാൻ ഇപ്പോൾ ഇത് കഴിച്ചിട്ട് വരട്ടെ.